അതെന്തിനാ ഇവൻ മറ്റേ ഹാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ, മറ്റേ ഫയൽ ഇട്ടിട്ടുണ്ട്. നീ ഇട്ടിട്ടില്ലായിരിക്കും, ചിലപ്പോ നിന്റെ അനി ഇട്ടിട്ടുണ്ടായിരിക്കും കമ്പ്യൂട്ടർ. എന്റെ ഇത് ഐഫോൺ ഓൺലൈൻ പറ്റും. ഇതെന്തായാലും വിട്ടുവോ? ഇതെന്തായാലും വിട്ടുവോ? ഷോർട്സ് ആയിട്ട് അഡ്മിൻ സ്റ്റാർ എന്ന് പറഞ്ഞ് ഫ്രണ്ടില് വെച്ചിട്ടാണ് വെട്ടിയത്. അതൊന്നും കുഴപ്പമില്ല. ഞാനിനി എംഎസ് കളിക്കുമ്പോ ഫേസ് ക്യാം ഇല്ലാതെ കളിക്കുള്ളൂ. ഞാനിനി ഇതിന്റെ തുടക്കം എനിക്കൊരു പോയിന്റ് പറയാനുണ്ടായിരുന്നു. ഞാൻ മറ്റേ സ്കാൻ ചെയ്തത് സരക്കണ്ണനാണ് മുന്നിൽ നിന്നത് സ്കാൻ ചെയ്തപ്പോ. എനിക്കത് പറയാൻ പറ്റുമോ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ സരക്കണ്ണൻ മുകളിലേക്ക് പോയി നാവിഗേഷന്റെ അവിടെ. അപ്പൊ തന്നെ എനിക്ക് തോന്നി സരക്കണ്ണനാണോ. എന്നെ കൊന്നിട്ട് പോണത് ഇവൻ പൊട്ടം കണ്ടതാ. അല്ലല്ല, ഞാൻ കൊന്നിട്ട് പോണത് കണ്ടില്ല. വഴി കൂടെ പോയത് കണ്ട്. അത് ഞാൻ ഓട്ടോ റിയാക്ടറിലാണ് ശരിയാക്കുന്നവനായി വരാൻ വന്നതാണ്. പക്ഷെ അതിന് മുമ്പ് കഴിഞ്ഞ് ശരിയാക്കളത് ആൾക്കാരെല്ലാം കഴിഞ്ഞിട്ട്. ഗൈസ് ലയസ് ബാർ കളിക്കാൻ എന്റെ ഗെയിം ഇല്ല, ഗെയിം മേടിക്കാൻ പറ്റുന്നില്ല, ആർക്കും ഗെയിം മേടിക്കാനും പറ്റുന്നില്ല, ഗിഫ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. സ്റ്റീമിന് എന്തെങ്കിലും ബഗ് ആയിരിക്കും, നോക്കാം. ഞാൻ മേടിച്ചിടാം, മേടിക്കാൻ പറ്റുമ്പോൾ മേടിക്കാം. ലയസ് ബാർ ആർക്കും ഗിഫ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല, എനിക്ക് മേടിക്കാനും പറ്റുന്നില്ല, റിജക്ട് ആയിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ അടുത്ത ആദ്യം പ്രേംപ്രോയും റെബലിനും ഒരേ വോട്ട് കിട്ടിയില്ലേ? അതിൽ ഞാൻ നിന്നെക്കാണ് വോട്ട് ചെയ്തത്. പക്ഷെ രണ്ടാമത് നീ அந்த இடத்துல 10 நிமிஷம் நின்னுட்டு எல்லா வயரும் பிடிங்கி விடுறாரு கெவின். എല്ലാരും വന്നില്ലേ? ഇനി രണ്ടുപേരും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ട്. എടാ എല്ലാരും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. കാരണം ടാസ്ക് തീരുന്നില്ല ഇത്രയും നേരം കഴിഞ്ഞിട്ടും. ചത്തവരും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. എനിക്കിനി തർക്കിക്കാൻ വയ്യ, തൊണ്ട പോയി. ആരൊക്കെ ഇനിയും കൊല്ലും? ആരെയൊക്കെ കൊല്ലണോന്നോ? ഇനി നീ ഇമ്പോസ്റ്റർ ആണ്, നീ കളി നിറയ്ക്കോട്ടാ. എന്നെ കൂടി സ്കാൻ ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പം ബെഡ് സ്കാൻ ചെയ്തിട്ട് ഈ വെപ്പൺസിന്റെ അങ്ങോട്ട് പോയപ്പോ പിണ്ടം അവിടുന്നാണ് ഇറങ്ങി വന്നത്. വന്നിട്ട് എന്റെ പറഞ്ഞുതരാം. ഞാൻ വെപ്പൺസിലെ മറ്റേ സോഫയുടെ അവിടെ മറ്റേ വെടിവെച്ച് പൊട്ടിച്ചിട്ട് ഞാൻ തിരിച്ചു പോവായിരുന്നു കഫറ്റേരിയയിലേക്ക്. അപ്പൊ ഡോക്ടർ ഫ്രോഡ് വരുന്ന ഞാൻ കണ്ട്. പക്ഷെ അതിന് മുന്നേ ഞാൻ അതായത് ഈ മറ്റേ വെപ്പൺസില് ടാസ്ക് ചെയ്തോണ്ടിരിക്കുമ്പോ VK ഉണ്ടായിരുന്നു, ഉണ്ണിക്കണ്ണനും ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് കണ്ട രണ്ടുപേര് VK ഉണ്ണിക്കണ്ണൻ. എനിക്ക് VK എന്താ പറയാ സസ്സുണ്ട്. ഞാനല്ല നിന്റെ കാര്യം പറ, നിന്റെ കാര്യം. நான் கடைசியா பாக்கும்போது என்கிட்ட சாச்சு என் கூட தான் இருந்தாரு. அவர்ட்ட வேணா கேளுங்க. நானும் அவரும் ஒரே இடத்துல இருந்தோம். ചാച്ചു ഉണ്ടായിരുന്നോ? சச்சு என் கூட தான் இருந்தாப்புல. VK സാർ ഉണ്ടായിരുന്നോ? ഞാനും സാറും മറ്റേ വെപ്പൺസിൽ മറ്റേ സാധനം പൊട്ടിക്കുമായിരുന്നു. അപ്പൊ പിന്നെ ഇവനെ കണ്ടില്ലേ? അല്ല, ഞാൻ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് വന്നത്. സെക്കൻഡ് ലാസ്റ്റ് കൊന്നില്ല ബാബ്സ് ആയിരുന്നു. ഞാൻ സ്കാൻ ചെയ്യുന്നത് കെവിൻ കണ്ടു. കൊന്നില്ല ഉണ്ടായിരുന്നോന്ന് എനിക്ക് അറിയത്തില്ല. കെവിൻ കണ്ടു, ഞാൻ സ്കാൻ ചെയ്തു. ഡോക്ടർ ഫ്രോഡ് സ്കാൻ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഗോക്കുന്നുണ്ട് അതിന്റെ മണ്ടേ കയറുന്നത്.
ഞാൻ സ്കാൻ ചെയ്യാൻ പോയി ബെഡ് ബേയില് ചെയ്തിട്ട് ഇറങ്ങിയത്. ഞാൻ കണ്ടില്ലളിയാ. ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയുക. അതാരാ ചന്ദ്രൻ? അളിയാ ഞാൻ ലൈവ് ഇട്ട് നീ എവിടെ ഞാൻ മെഡ്സ് ബേ മെഡ് ഞാൻ ഇപ്പോഴും പറയുക, എനിക്ക് പിന്നാണ് ഇറങ്ങി വന്ന പോലെ എനിക്ക് തോന്നുന്നത്. ചുമ്മാ വെറുതെ കൊടുത്ത് അറിയാത്തമാരെ ഉറപ്പണ്ണ മാത്രം കൊടുക്കും. പവൻബ്രോ ഞാന് നാവിഗേഷനിൽ കൊന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അത്രയും ദൂരം കൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റില്ല. ഞാൻ കൺഫേം ആയിട്ട് പറഞ്ഞല്ല, ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞിട്ട് ഇതിപ്പോ നടന്ന ഫ്രഷ് ബോഡിയാണ് അത്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, ഞാനല്ല. ഞാൻ പറഞ്ഞ കേക്കാവോ? ഹലോ, ഞാൻ കൊറേ നേരം സംസാരിക്കുന്നുണ്ട്. ടാസ്ക് വിളിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ആളും ഇത് മറ്റേ സസ്സായ ആളും ഇവിടെ സംസാരിക്കണം. ആദ്യം ടൈം കൊടുക്കണേ. ഞാൻ കണ്ടേ. അയ്യോ ഞാൻ പറയാം വാസു ഉണ്ടെങ്കിൽ എന്റെ അനിയനുമാണ്. രണ്ടുപേര് നിന്നിട്ട് ഒന്നും പറഞ്ഞില്ല, റിപ്പോർട്ട് ചെയ്തില്ല. വാസു കൊന്ന് മറ്റൊന്നും പറഞ്ഞില്ല. ഞാൻ പറയണ കേക്ക് ഞാൻ അവിടുന്ന് ഞാൻ അത് സെക്യൂരിറ്റി റൂം നോക്കാൻ വന്ന സമയത്ത് പെട്ടെന്ന് ഡോർ ക്ലോസ് ആയി. ഞാൻ വെളിയിലോട്ട് ഓടാൻ വേണ്ടിട്ട് നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ മരിക്കുന്നു, ഒരാൾ ബോഡി റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ കണ്ടില്ല. സ്കൈഡാക്സ് ഉണ്ടായിരുന്നു അവിടെ. അതല്ല ചത്താളെ സംസാരിക്കുന്നത്. വേറൊരു കാര്യം നോട്ട് ചത്തു എന്ന് പറഞ്ഞ വെയിറ്റ് സൗത്ത് അതായത് എന്റെ പിന്നാലെ കുറച്ചേരം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആള് കൂടി സൗത്തിന്റെ കാര്യം എനിക്കറിയത്തില്ല. സൗത്ത് പറയും. ഞാൻ പറയാം. ഞാൻ അവിടെ ഞാൻ പറയാം. ഞാൻ സൗത്ത് ഇവന് സ്കൈഡാക്സ് ഇത്രയും പേരോടാണ് ക്യാമറയിലോട്ട് പോകുന്നത്. പോയ സമയത്ത് തന്നെ പെട്ടെന്ന് ഡോർ അടഞ്ഞു. ഞാൻ കേൾക്കണം, എനിക്ക് പറയാൻ സമയം എന്താ. ഞാൻ വെളിയിലോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോ തന്നെ ഡോർ അടഞ്ഞു. അപ്പൊ തന്നെ ഒരാൾ അവിടെ മരിക്കോ, ഒരാൾ റിപ്പോർട്ടുമായിരുന്നു. ഞാൻ ആ ഡോറിന്റെ അവിടെയാണ് ഞാൻ നിന്നത്. ഞാൻ ഇവർ ആളുടെ അടുത്തല്ല നിന്നത്. ഞാൻ അന്ന് അപ്പോഴത്തേക്കിനും ഇവർ റിപ്പോർട്ട് വിളിച്ചു. അവൻ പറഞ്ഞു ഇപ്പൊ ഇത് റിപ്പോർട്ട് അടിച്ചാരായിരുന്നു? ഞാൻ എന്റെ ഫ്രണ്ട് ഈഗിൾ ബ്രോ പറയുന്നത് നീയും ചച്ചുവും കൂടെയാണ് റിപ്പോർട്ട് ചെയ്തത്. നീ പറയുന്നു ചച്ചു ഈഗിൾ ബ്രോയും കൂടെയാണ് ഇത് കൊന്നേന്ന്. രണ്ടുപേര്. അപ്പൊ ഉറപ്പായിട്ട് ഇതിൽ രണ്ടുപേരേ ഉള്ളൂ. മനസ്സിലായില്ലേ? 3 പേരുള്ള സർക്കിളാണിത്. ചച്ചു, ഈഗിൾ ബ്രോ. ഞാൻ അവിടുന്ന് അളിയെ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോ നൈസായിട്ട് അവിടെ ഒരാൾ ചത്തു വീഴുകയും ചെയ്ത് റിപ്പോർട്ടും വീണു. എല്ലാരെയും ബ്രെയിനിലേക്ക് 3 പേരില് 2 പേര് കള്ളന്മാരാണ്. ഈ കെവിന്റെ റിപ്പോർട്ടേ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യല്ലേ? ഈ 3 മെയിൻ സസ് വെച്ചിട്ട് ബാക്കി കളിക്കും. കിട്ടും 3 മെയിൻ സസ് വെച്ചേരാ. ഇനി 2 പേരിലെ ചത്തോളൂ. ബാക്കി കളിക്കാം. വാ കള്ളൻ. എന്റെ അനിയനെ 3 പേരിലെ ഈസി ആയിട്ട് നോക്കാം.
എന്റെ friend. അധിക സംസാരമാണല്ലോ ബാബു. ആ കള്ളന്മാരെ കൈയോടെ പിടിക്കുമ്പോൾ ഓ, അതെ 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 നോക്കാം നമുക്ക് നോക്കാം. ഒരു നാല് പേരെ മനസ്സിൽ കണ്ടോ അപ്പൊ എല്ലാരും? നാലായിട്ട് കൂട്ടിക്കോ, എന്നാലും ബാക്കി 4 പേര് എന്റെ രക്ഷപ്പെടണം. മനസ്സിൽ 2 പേരുണ്ട്. ഇതിലപ്പോ 4 ഇമ്പോസ്റ്റർ ഉണ്ടോ? ഈ എന്റെ പൊന്നേ, ഞങ്ങൾ ഒരു 2 4 പേരെ കുട്ടിക്കളാണ്. ബാബുവിന്റെ പേരെന്തോ? ബാബുവിന്റെ Okay, regular out. Regular down. പിടിച്ചോ ரிப்போர்ட் அடி நான் கேமரால பாத்துட்டேன் மாட்டிச்சு. ஐயோ தலைவரே என்ன பண்ணீங்க? எதுக்கு குத்துறீங்க? ഞാനോ? അതെ അതെ ആ ക്യാമറ കൂടെ കാണായിരുന്നു. ഞാനാ ഇമ്പോസ്റ്റർ. ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഞങ്ങള് 2 പേരും ഉണ്ട്, 2 പേരും ഒരു കാര്യം ആഡ് ഈഗിൾ ബ്രോ കൊന്നില്ലെന്നാ ഞങ്ങളുണ്ട്. ഒരു കാര്യം പറയാനുണ്ട്. ഞാന് അതായത് വാസണ്ണനെയും ചച്ചുവിനെയും കുറെ നേരമായിട്ട് സ്പെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. സ്പെക്ക് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പുറകെ നടന്നുകൊണ്ടിരിക്കുക. ഒരാളും ഇതുവരെ ഒരു ടാസ്ക് പോലും ചെയ്തിട്ടില്ല കേട്ടോ. ഒരു കാര്യം ഞാൻ കാർഡ് സ്വൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. എന്റെ ഫ്രണ്ടിൽ കൂടെ വേറെ கோயில வந்து கருப்பராட்சி சத்தியம் பண்ண சொல்ல நான் சத்தியம் பண்றேன். நீங்க குத்துறத நான் பார்த்தேன். போய் சொல்லாதீங்க. நாங்க 2 பேர் இருக்கோம். വികെ സാർ എവിടെ നിൽക്കായിരുന്നു? ഞങ്ങള് 2 സെക്യൂരിറ്റിയിലുണ്ടായിരുന്നു. സെക്യൂരിറ്റി റൂമിൽ നാங்க 2 പേരും പാത്തിരുന്നோம். വേറെ എന്തെങ്കിലും പറയണ്ട? എന്തെങ്കിലും ഞാൻ രക്ഷിച്ചു ഇപ്പൊ. എടാ എന്ത് പറയാനാ? ഞാൻ പറയട്ടെ, ഇത് ഞാൻ മുമ്പേ ഈ പറഞ്ഞത് ടാർഗറ്റിംഗ് ആണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആക്കാം. അല്ലാതെ ഞാൻ പറഞ്ഞത് ഞാൻ നിന്നത് കഫറ്റേറിയല്ല. ഞാൻ നിന്നത് കഫറ്റേറിയല്ല. നീ എന്ത് സപ്പോർട്ട് ചെയ്യാത്ത? അടുത്തത് നീയാണ്. എന്തോ സപ്പോർട്ട് ചെയ്യാത്ത? ഇത് ഈ പറഞ്ഞതിനോട് ഒരു സ്റ്റേറ്റ്മെന്റിനോടും സപ്പോർട്ടോ എതിർപ്പോ കാണിക്കുന്നില്ല. ഞാൻ ഇങ്ങനത്തെ ഒന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ. കുത്താറിയല്ലോ 2 പേരെ അങ്ങ്. என்னப்பா ஓட்டே போட மாட்டீங்க? സാറും കണ്ടല്ലേ? ഉറപ്പല്ലേ? ഞാനൊരു കാര്യം പറയാം. ഇത് കഴിഞ്ഞ റൗണ്ട് എന്റെ പേര് എടുത്ത് പറഞ്ഞതുകൊണ്ട് ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാം. ഇത് എന്ത് പറയാനാണ്? ഞാൻ ആ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന ടാസ്ക് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ഇല്ല ഞാൻ അഡ്മിൻ തിരിച്ച് കഫറ്റേറിയ വന്നോണ്ടിരിക്കുവായിരുന്നു. വരുന്ന വഴിക്കാണ് ഇത് നടക്കണ. എനിക്ക് അറിഞ്ഞുകൂടാതെ എന്ത് അടുത്ത റിപ്പോർട്ടിലെ കളി തീർക്കട്ടെ. അടുത്ത റിപ്പോർട്ട് ആയാ കളിച്ചു തീർക്കാം. റിപ്പോർട്ട് അടിക്കട്ടെ.
നമുക്ക് നോക്കാം ഇവിടെ ഓക്കേടാ. എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇതാണോ ക്യാമറ? ഇതില് റെഡ് ലൈറ്റ് കാണുമ്പോഴാണോ ഇത്? ഏതാ ക്യാമറ എന്ന് പറയണത് ഏതാണ്? എനിക്ക് മനസ്സിലായില്ല. അത് തൂക്കിയല്ലോ അതാണ് സത്യം. ചെയ്യാനോ സത്യം. അതല്ല, ഏതാ ക്യാമറ? ഏതാ ഇത്? ഇതിനകത്ത് ക്യാമറ എവിടെ? എങ്ങനെ ക്യാമറ ഓൺ ആണോ ഇല്ലെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? അല്ല, ക്യാമറ ഓൺ ആണോ എങ്ങനെ കണ്ടുപിടിക്കും? സെക്യൂരിറ്റി റൂം ഇപ്പോ അങ്ങനല്ലടാ, നമുക്ക് എങ്ങനെ മനസ്സിലാവും ക്യാമറ ഓൺ ആണോ അല്ലയോ എന്ന്? അല്ല, ഇതെനിക്ക് മനസ്സിലായി സെക്യൂരിറ്റിയിൽ ക്യാമറ കാണാമെന്ന്. ഈ ക്യാമറ ഓൺ ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? റെഡ് ലൈറ്റ് കത്തും, അത് എവിടെ കത്തും? അതാണ് എന്റെ ചോദ്യം. ക്യാമും സഫോക്കേറ്റ് ചെയ്യാൻ പറ്റും. CCTV ഉണ്ട് വഴിയിൽ. എനിക്കത് മനസ്സിലായിട്ടില്ല ഇതുവരെ. സഫോക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെ അവനെ ഹെൽപ്പ് ചെയ്യല്ലേ? അവൻ എന്ത് ചെയ്യാ? അവന്റെ പുറകെ നടക്കുക കേട്ടോ, ഇവന്മാരെല്ലാം. ഇപ്പൊ അവന്റെ പുറകെ നടക്കുന്ന സമയം നമുക്ക് വേറെ എവിടെയെങ്കിലും ചെയ്തു കൊടുക്കാം. ഇപ്പൊ ഇവിടെ വന്നവൻ. സെക്യൂരിറ്റി ലൈറ്റ് ഓഫ് ആക്കി കൊടുക്കുക. അതെങ്ങനെയാടാ ചെയ്യുന്നേ? അത് ഞാൻ എനിക്ക് നോക്കട്ടെ. ഈ ലൈറ്റ് ഓഫ് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ഏതാ സെലക്ട് ചെയ്യുന്നത്? അതെങ്ങനെയാണ്? എനിക്ക് ഗെയിം വലുതായിട്ട് അറിയത്തില്ലടാ. ഞാനത് ഇതെങ്ങനെ ലൈറ്റ് ഓഫ് ആക്കി കൊടുക്കുന്നേ? ഇലക്ട്രിക്കൽ. അങ്ങനെ ഓരോരുത്തർക്കും പോയി ചെയ്യണം അല്ലേ? ഓക്കെ. എനിക്ക് ഇപ്പോഴാണ് അത് മനസ്സിലായത്. ഇലക്ട്രിക്കലിൽ പോയി ഇത് ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഓ അങ്ങനാണല്ലേ. മാപ്പ് എടുത്തിട്ട് ഇലക്ട്രിക്കൽ സെലക്ട് ആക്കി കൊടുക്കണം അല്ലേ? പോവണ്ട. ഓക്കെ മനസ്സിലായി. ഇപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയത്. അത് നമുക്ക് അറിഞ്ഞൂടാ, പുറത്താക്കിയാരാ? ഈ ചെറുപ്രായത്തിൽ ഇനി ഒരുപാട് കള്ളം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നെ അവന് ഗ്യാപ്പ് കൊടുത്തില്ല. സരക്കണ്ണൻ ആദ്യം പൂത്തി വരണ. അത് ബ്രില്യന്റ് മൂവായിരുന്നു കേട്ടോ. ആരും ഇല്ലായിരുന്നു കേട്ടോ. സരക്ക് മാത്രം കഥയൊക്കെ ടാസ്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഒറ്റയടി വെന്റിനകത്ത് കേറി തിരിച്ചു വന്ന് ആ സമയത്ത് കറക്റ്റ് ഇറ്റാച്ചി അവിടെ വന്ന് കേറി കൊടുത്ത്. എടാ മോനെ, എടാ നീ മണ്ടത്തരമാണാ കാണിച്ച. നീ അവിടെ അടിക്കുമല്ലേ ക്യാമറയിൽ വന്നിട്ട് അല്ല എന്നെ കൊന്ന്. എടാ ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാനും വിചാരണ ഓർത്തില്ല. അങ്ങനെയാണ് ഡബിൾ കില്ല് ചെയ്യാറുണ്ട് നമുക്ക്. എന്നെയൊക്കെ ചെയ്യാറുന്നല്ലയോ? ഇവനെ അങ്ങ് ചെയ്ത് വിടായിരുന്നു. ഇവനെ എന്റെ കഴുത്തി കയറിച്ച് ഇന്നലെ ഞങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇല്ല ഞാൻ ഇറങ്ങണം